ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്പൂൺ പഴംപൊരിയാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ച് നല്ല ഉടച്ചെടുക്കണം. നല്ല പഴുത്താണെങ്കിൽ കൈ കൊണ്ട് ഉടച്ചാലും മതി. അതിനുശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ നമുക്ക് അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം നമുക്ക് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നീണ്ടു പോകാതെ അത്യാവശ്യം ഒരു കട്ടിയിൽ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അധിക സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് നമ്മളുടെ ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5-6 എണ്ണമൊക്കെ നമുക്ക് ഒരേ ടൈമിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. നല്ലതായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി കിട്ടും. നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി, അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോഫിയും കൂടി ആകുമ്പം അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി പലഹാരമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.